Stars on Air. Stars on Air. The Celebrity Talk Show. With RJ Tushara. സ്റ്റാർസ് ഓൺ എയർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ ഈ സ്വന്തം ആർജെ തുഷാര. നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മ്യൂസിക് കമ്പോസർ ശ്രീഹരി കെ നായരാണ്. വെൽക്കം ടു സ്റ്റാർസ് ഓൺ എയർ. ഹലോ, താങ്ക് യു. അഭിലാഷത്തിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങേണ്ടത്. ഭയങ്കര മാരകമായിട്ടുള്ള റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അത് നമ്മൾ വർക്ക് ചെയ്തൊരു ഫിലിം ഇങ്ങനെ ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. കാരണം എനിക്ക് തോന്നുന്നു ഈ സിനിമ പലരും OTT കാണുകയും അതിനുശേഷം ഈ ഒരു മ്യൂസിക്കിനെ കുറിച്ച് ഇപ്പൊ പലയിടത്തും എസ്പെഷ്യലി വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പല കമന്റ്സും ഒക്കെ തന്നെ കണ്ടത്. സോ ലൈക്ക് ഹൗ ഡസ് ദാറ്റ് മേക്ക് യു ഫീൽ? അതും സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഈ നമ്മൾ വർക്ക് ചെയ്ത ട്രാക്സ് ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അത് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പൊ. അത് ഞാനിപ്പോ അതിങ്ങനെ ചില ആൾക്കാരൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കി അവർക്കൊക്കെ റിപ്ലൈ ചെയ്തോണ്ടിരിക്കുക. ഫാമിലി ഒക്കെ എന്ത് പറഞ്ഞു? അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്റെ കരിയറിൽ ആക്ച്വലി അവര് ഇങ്ങനെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു വെൽക്കമിങ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. അപ്പൊ പാരന്റ്സ് ഒക്കെ ഭയങ്കര ഹാപ്പിയാണ്. യൂട്യൂബിലൊക്കെ കമന്റ്സ് നോക്കാറുണ്ട്. അപ്പം മിക്ക കമന്റ്സും കണ്ടത് ഒരു പ്രത്യേകതരം ഫീൽ ഉള്ള പാട്ടുകളാണ്. പൊതുവെ പാട്ട് അങ്ങനെ കേൾക്കാത്ത ആളാണ്, എന്നാലും ഇത് കേട്ടപ്പോ എന്തോ സംതിങ് ഹുക്ക് ഓൺ ചെയ്യാവുന്ന രീതിയിലുള്ള പാട്ടുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഞാനും സിനിമ കണ്ടു കഴിഞ്ഞപ്പം ശ്രീഹരിക്ക് അങ്ങനെ തന്നെയായിരുന്നു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓരോ സീനിനെയും ഇൻക്ലൂഡിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും അതിലെ ഓരോ സൗണ്ട് ട്രാക്കുകളാണെങ്കിലും ഓരോ സീനിനെയും കംപ്ലീറ്റ്ലി ഒരു വേറെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമയുടെ ഒരു കമ്പോസിംഗ് പ്രോസസ്സിനെ കുറിച്ച് സംസാരിച്ചു പോവാം. സ്റ്റോറി കേട്ടതിന് ശേഷം കമ്പോസ് ചെയ്യാൻ അങ്ങനെയാണ് സ്റ്റോറി ആയിരുന്നോ ആ ഒരു ഇൻസ്പിറേഷൻ? അതോ ഹൗ ഡിഡ് യു ഗോ അബൌട്ട് ദ പ്രോസസ്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അഭിലാഷം എന്നുള്ള സിനിമ ആലോചിക്കുന്ന സമയത്ത് ഇതിന്റെ സോങ്സിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പാട്ടുകളും തട്ടത്തില് എന്ന് പറഞ്ഞ ട്രാക്ക് ഇങ്ങനെ സ്റ്റോറി ഇതായിരിക്കും ഇതിലൊക്കെ വരുന്നത് എന്നുള്ള ഒരു ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ട്രാക്ക് ഉണ്ടായത്. കൽപ്പനകമയിൽ ട്രാക്ക് ആക്ച്വലി കുറച്ച് മുന്നേ ഞാൻ ചെയ്തു വെച്ച, അതായത് അഭിലാഷം എന്നുള്ളൊരു ഫിലിം ചിന്തിച്ചതിന് ശേഷം ഞാൻ ചെയ്ത ഒരു ട്രാക്ക് ആയിരുന്നു. പക്ഷെ അതായിരിക്കും ക്ലൈമാക്സിൽ പ്ലേസ് ചെയ്യാന്നുള്ളതൊക്കെ പിന്നെ എടുത്ത തീരുമാനം. അതേപോലെ സുനോന എന്നുള്ള ട്രാക്ക് അതും അഭിലാഷം നമ്മൾ ചിന്തിച്ച സമയത്ത് ചെയ്ത വെച്ചൊരു ട്രാക്ക്. അതൊരു ഹിന്ദി സോങ് ആയിരുന്നു ഫസ്റ്റ്. പിന്നെ അത് നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാ. അങ്ങനെ എല്ലാ ട്രാക്കും ഇങ്ങനെ നമ്മൾ ഡയറക്ടർ എന്റെ ഫ്രണ്ട് ശംസുഖ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. സിനിമ ഇങ്ങനെ ഇതായിരിക്കും സിനിമ ചെയ്യാൻ പോകുന്നത്, ഇതിൽ ഇങ്ങനത്തെ പാട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ഫ്രീ ടൈമിലൊക്കെ ഇങ്ങനെ ട്രാക്സ് ഒക്കെ ചെയ്തു വെക്കും. അങ്ങനെയായിരുന്നു ഇതിന്റെ ഓരോ പാട്ടിന്റെ ഓരോ ജനനം. അതില് സുമഹാസിദ് എന്നുള്ള ട്രാക്ക് മാത്രമായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്തത്. എന്തായിരുന്നു വെച്ചാൽ ആ ട്രാക്ക് നമ്മളെ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. അതൊരു ഷൂട്ട് കഴിഞ്ഞ് വന്ന് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത ഒരു പാട്ടായിരുന്നു. അപ്പൊ അതും പിന്നെ സുന്ദരി ലൈല എന്ന് പറഞ്ഞ ഒരു പ്രോമോ എന്ന് പറയാൻ പറ്റില്ല, ട്രെയിലറിൽ നമ്മൾ യൂസ് ചെയ്ത ഒരു ട്രാക്ക് ആയിരുന്നു. അത് രണ്ടുമായിരുന്നു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വിചാരിക്കാണ്ട് ചെയ്യേണ്ടി വന്ന രണ്ട് ട്രാക്ക്. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ്. ഓഫ്കോഴ്സ് ഇത് ഈ ഓരോ പാട്ടുകളും വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും. പക്ഷെ ഇതിൽ ഒന്ന് എക്സ്ട്രാ സ്നേഹം ഏതെങ്കിലും ഒരു പാട്ടിനോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ ചെയ്ത സോങ്സ് ഒന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിൽ എൻജോയ് ചെയ്ത് അങ്ങനെ കേൾക്കാൻ പറ്റാറില്ല. അങ്ങനെ അതിങ്ങനെ കേട്ടോണ്ടിരുന്ന അതില് വേറെ ആൾക്കാരുടെ ട്രാക്ക് ആണ് ഞാൻ അധികം കേൾക്കാറ്. എന്റെ ട്രാക്ക് ഞാൻ കേട്ട് അതിലിങ്ങനെ സന്തോഷം ഒന്നും കണ്ടെത്താൻ കൊള്ളാറില്ല. അത് തന്നെ കറക്റ്റ് വേർഡ്. അങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ സുനോന എന്നുള്ള ട്രാക്കിന്റെ ഒരു ട്രാവൽ സോങ് ആണ്. ഞാൻ അങ്ങനത്തെ ഒരുപാട് ട്രാക്സ് ഒക്കെ കേൾക്കാറുണ്ട്. ഈ ടൈലർ സ്വിഫ്റ്റിന്റെ ഒക്കെ കുറെ പോപ്പ് ആർട്ടിസ്റ്റിന്റെ കുറെ വളരെ ഈസി ലിസണിങ് ആയിട്ടില്ല, അതായത് വെറുതെ റിലാക്സ് ചെയ്ത് കേൾക്കാൻ പറ്റിയ സോങ്സ്. അതിലങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെലഡി അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഒരു പരന്ന് കിടക്കുന്ന ഒരു സാധനമാണ്. അങ്ങനത്തെ സോങ്സ് ഞാൻ പൊതുവെ ഇഷ്ടപ്പെട്ടുള്ളത് കൊണ്ട് സുനോന എന്നുള്ള ട്രാക്ക് ആയിരിക്കും ഞാൻ കേൾക്കാൻ വേണ്ടി ചൂസ് ചെയ്യുന്ന ഒരു ട്രാക്ക് ഈ മൊത്തം ആൽബത്തില്. അഭിലാഷം എന്ന് പറയുന്ന ഈ ഒരു സിനിമ പലർക്കും കണക്ട് ആവാനായിട്ടുള്ള റീസൺ അതിലുള്ള ആ ഒരു വൺ സൈഡഡ് ലവും അതിന്റെ ആ ഒരു പെയിനുമാണ്. ശ്രീഹരിക്ക് എപ്പോഴേലും അതുപോലത്തെ ഒരു വൺ സൈഡഡ് ലവ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാന്നൊക്കെ. വൺ സൈഡ് ലവ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഇഷ്ടം തോന്നിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉള്ളിൽ വെച്ച് അഭിലാഷിനെ പോലെ അങ്ങനെയില്ല. I didn't make that mistake. ഇല്ല, ഞാൻ പറയും, അവരുടെ റിജക്ഷൻ തരും, പിന്നെ അത് ആലോചിച്ച് സങ്കടപ്പെടും. എന്റെ രീതി. അതിൽ നിന്നും എപ്പോഴും ഇതിനകത്തെ പാട്ടുകൾക്ക് എന്തെങ്കിലും ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ടോ ആ ഒരു ഫീലിംഗിൽ നിന്നും ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത്? ഇല്ല. ഞാൻ അത് ആ പെയിൻ ആക്ച്വലി വേറെ തന്നെയാ. അത് ഇതിലേക്ക് മിക്സ് ചെയ്യാറില്ല. അതിന്റെ പെയിൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഒരു മെല്ലെ മെല്ലെ പോകുന്ന സാധനം. അതുകൊണ്ട് ഞാൻ അതിന് വേറെ തന്നെ റൂട്ട് വെച്ചിട്ടുണ്ട്. സിനിമ മ്യൂസിക്കിന് വേറെ തന്നെ റൂട്ട് വെച്ചിട്ടുണ്ട്.
അതിന്റെ ഒരു കളക്ഷൻ ഓഫ് സോങ്സ് എന്റെ ആൽബത്തിൽ വേറെ ഉണ്ടെന്നൊക്കെ. അതെ അതെ, അതിന്റെ ഒരു പെയിനൊക്കെ ഞാൻ അല്ലാണ്ട് ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു മൂഡില് ആണ് കാണുന്നത്. അതുകൊണ്ട് സിനിമ മ്യൂസിക്കുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാറില്ല. അതാണ് എനിക്കും മറ്റുള്ളവർക്കും നല്ലത്. അങ്ങനെയാണോ? അതെ അതെ, അങ്ങനെ ചെയ്താൽ ചിലപ്പോ എല്ലാം സങ്കടമായിരിക്കും, സന്തോഷത്തിനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഓൾറൈറ്റ്, ഓക്കെ. ശ്രീഹരിയുടെ ഒരു കരിയറിലേക്ക് വരാം. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതിനുശേഷം MBA എടുക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് മ്യൂസിക് ആണ് എന്റെ മെയിൻ എന്ന് തോന്നിയ ആ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു? മ്യൂസിക് എന്നുള്ളത് ഞാൻ ചെറുപ്പത്തിലെ കമ്പോസ് ചെയ്യായിരുന്നു. അച്ഛൻ ലിറിക്സ് ഒക്കെ എഴുതും, ഈ ലളിതഗാനങ്ങളും പോയംസ് ഒക്കെ എഴുതും. അപ്പോ ഞാൻ അങ്ങനെ പണ്ടോട്ടെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ ഒരു കമ്പോസിംഗിലുള്ള ഒരു സാധനം അന്നോട്ടേ ഉണ്ട്. പക്ഷെ അതൊരു സീരിയസ് ആയി വന്നത് എന്താന്ന് വെച്ചാൽ നമ്മള് ഈ എന്താ പറയണ്ട, ഇത് ചെയ്ത് ഇതിന്റെ അടുത്തൊരു ഇഷ്ടം വരുമല്ലോ, അങ്ങനെ ഇത് ഞാൻ സീരിയസ് ആക്കി എടുത്തതാ. പിന്നെ ഈ സ്റ്റഡീസ് ഒന്നിച്ച് അങ്ങനെ പാരലലി കൊണ്ടുപോയി. അപ്പോ പിന്നെ എങ്ങനെയൊക്കെ ഇത് അങ്ങനെ ഒരു പ്ലാൻഡ് ജേർണി ആയിരുന്നില്ല, എനിക്ക് സംഭവിച്ചു. പിന്നെ സപ്പോർട്ടും ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല എനിക്ക് വീട്ടിൽ നിന്ന്. അതായത് നീ ഇന്നത് ചെയ്യണം, ഇന്ന ജോലി ചെയ്യണം, ഇന്നത് പഠിക്കണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം എന്റെ സെലക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്രീഡം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ശ്രീഹരിയുടെ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കളുടെ ഗുരുവിനെ കുറിച്ചാണ്. പ്രശാന്ത് പിള്ളയാണ് താങ്കളുടെ ഗുരു എന്ന് നമുക്ക് പറയാമോ? ഞാൻ സാറിനെ വിളിച്ച് കുറച്ച് ഞാൻ ബാംഗ്ലൂരായിരുന്നു MBA ചെയ്തത്. അപ്പോ സാറിനെ വിളിച്ച് ഞാൻ അസിസ്റ്റ് ചെയ്തു കുറച്ച് മാസങ്ങൾ. അപ്പോ സാറിന്റെ എന്റെ ഒരു മെന്റർ ആയിരുന്നു കുറച്ചു കാലം ഞാൻ സാറിനെ വിളിച്ച ആ സമയത്ത്. അപ്പോ അങ്ങനെ സാറ് വൺ ഓഫ് മൈ ഗുരുവാണ്. ഓക്കെ, അടിപൊളി. അദ്ദേഹത്തിൽ നിന്നും പഠിച്ചെടുത്ത ഇമ്പോർട്ടന്റ് ലെസൺസിൽ ഒരു 1-2 എണ്ണം എടുത്ത് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ദേ ബി? പുഷ് യുവർ സെൽഫ് എന്നൊരു സാധനമുണ്ട്. സാർ അപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. അതായത് നമ്മൾക്ക് എന്താണുള്ളത് അത് വെച്ചിട്ട് അങ്ങ് പുഷ് ചെയ്യാം. അതായത് മ്യൂസിക്കിന്റെ സമയത്ത് നമ്മൾ ഈ ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ളതാണ് സാർ എപ്പോഴും പറയാം. അതായത് വെറൈറ്റീസ് ഓഫ് മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ പല ആൾക്കാരായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ സാറിനെല്ലാം എല്ലാം ഓർഗനൈസ് ചെയ്ത സാറ് വർക്ക് ചെയ്യുന്നത്. സാറിന്റെ സെഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അതൊക്കെ ഞാൻ സാറ് പണ്ട് സെഷനൊക്കെ സേവ് ചെയ്യുന്ന കണ്ടിട്ട് അതുപോലെ തന്നെ ഇപ്പോഴും സേവ് ചെയ്യണം. ഓരോ ദിവസം ഓരോ ഡേറ്റ് ഒക്കെ ഇട്ട് സാർ, അതായത് ഇന്ന് വർക്ക് ചെയ്തു നാളത്തെ വർക്ക് ചെയ്യുമ്പോൾ നാളെ സേവ് എസ് അടിച്ച് നാളത്തെ ഡേറ്റ്, അതായത് അങ്ങനെ അന്നത്തെ ഡേറ്റ് ഒക്കെ ഇട്ട്. അപ്പൊ ഞാൻ ഇപ്പോഴും അതാ ഫോളോ ചെയ്യണം. പിന്നെ സാറ് ഈ പറഞ്ഞ പോലെ കുറെ പുതിയ മ്യൂസിക് ഒക്കെ ഒരുപാട് കേൾക്കാറുണ്ട്. അപ്പൊ അത് വളരെ ഇൻസ്പയർ ആയിട്ടുണ്ട്. കുറെ ആൾക്കാരെ ഞാൻ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ നമ്മളെ തോണ്ടി പോവാന്ന് പറയല്ലേ, ചുരണ്ടി പോവാന്ന് പറയും. അതുപോലെ അങ്ങനെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് സാറ് അതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് പറയും, എക്സ്പ്ലോർ ചെയ്യാൻ പറയും എപ്പോഴും. അപ്പൊ ആണ് ഞാൻ സാറിന്റെ അടുത്ത് പഠിച്ചൊരു വലിയ കാര്യം. അഭിലാഷത്തിലെ ഏതെങ്കിലും ഒരു പാട്ടിന്റെ 2 വരി നമുക്ക് വേണ്ടി പാടിത്തരാമോ? ഓ, പാടാലോ. തക്കത്തില് തന്നിട്ട് പോയതെന്ത്, തഞ്ചത്തില് നെഞ്ചും വിജാഗിരി തള്ളി തുറന്നിട്ട് പഞ്ചാര ചാക്കുകൾ തട്ടി മറിച്ചിട്ട് തക്കത്തില് തന്നിട്ട് പോയതെന്ത്, കാറ്റില് വാസന കാതലിൻ വാസന ലാഞ്ചന യെസ്, മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി കെ നായർ ആണെന്ന് നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അഭിലാഷം എന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഈ ഒരു പാട്ട് നമുക്ക് പാടിത്തന്നതിന്. പെട്ടെന്ന് സിനിമയിലെ സീനുകളൊക്കെയാണ് ഓർമ്മ വന്നത് കേട്ടോ. ഓക്കെ, നമ്മള് ഇപ്പൊ മലയാളം ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലെറ്റ്സ് ജസ്റ്റ് കം ടു ദ ഇന്ത്യൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ താങ്കളെ ആസ് എ മ്യൂസീഷ്യൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു 3 വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂ വിൽ ദേ ബി? ഇൻസ്പയർ ചെയ്തിട്ടുള്ള റെക്സി, പിന്നെ സന്തോഷ് നാരായണൻ, പിന്നെ പ്രീതം, പിന്നെ AR റഹ്മാൻ. പിന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എന്നെ കുറെ ആൾക്കാർ അങ്ങനെ ഇൻസ്പയർ ചെയ്യാറുണ്ട്. ഞാൻ ഒരു 4 പേര് പറഞ്ഞു. ഇനിയും പറയാനാണെങ്കിൽ ഇനിയും പേരുകളുണ്ട്. ഒരു 40 പേര് വരെ പറയാനുണ്ട് എന്റെ കയ്യിൽ. 40 പേരൊക്കെ 40 ഉണ്ടാവും അറിയില്ല, പക്ഷേ അറിയാലോ നമുക്കങ്ങനെ. കോമ്പോസിഷന്റെ കാര്യം പറയുമ്പോൾ മണിയറയിലെ അശോകൻ വാസ് ഓൾസോ യുവർ കോമ്പോസിഷൻ. അതിൽ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്. അത് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഇഫ് യു ക്യാൻ സിംഗ് ഓൾ എന്ന് പറയുന്ന പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലൂപ്പിലിട്ട് കേൾക്കാറുള്ള ഒരു പാട്ട്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് തരുന്ന ഒരു സോങ് ആണ്. ആ പാട്ടിന്റെ ഒരു 2 വരി പാടിയിട്ട് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഓ, പിന്നെന്താ. ഓള് കണ്ണു തുറന്ന് കൽപ്പമിടിച്ച് മുന്നിലോളുണ്ട്, പൂത്താങ്കിരി കിളിക്കണ്ണുള്ളോരോ കിസകളിൽ പറഞ്ഞുള്ളോരോള് ഓള്
കണ്ണ് തുറന്ന് കൽബുമിടിച്ച് മുന്നിലോളുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്കും കൂടെ പോവാം. ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളുണ്ടോ ഷെയർ ചെയ്യാൻ? അതും ഇതേപോലെ തന്നെ നമ്മൾ ഈ മണിയറൽ അശോക് എന്നുള്ള ഞാൻ അതിലും ഷംസുഖയായിരുന്നു ഡയറക്ടർ, സെയിം ടീം. നമ്മള് സിനിമനെ പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഓളെന്നുള്ള പാട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഉണ്ണിമായ എന്നുള്ള ട്രാക്ക്, എന്ന് പെയ്യുന്നില്ല എന്നുള്ള ട്രാക്കാണ് മണിയറയിൽ അശോകൻ എന്നുള്ള സിനിമ. അതായത് ഈ സിനിമയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിലിങ്ങനെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്ത പാട്ടാണ് പെയ്യുന്നില്ല. ബാക്കി ഓള്, പിന്നെ ഈ അതിൽ എങ്ങോന്നിന്നൊന്നൊരു ട്രാക്ക് ഉണ്ട്, അത് വീട ചൊല്ലി എന്നുള്ള ട്രാക്ക്, ഉണ്ണിമായ, ഇതൊക്കെ സിനിമക്ക് മുന്നേ ഉണ്ടായി. അതായത് നമ്മൾ ആ സിനിമ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ആ പാട്ട് ഉണ്ടായിട്ടുണ്ട്. അടിപൊളി. ഓൾറൈറ്റ്. ഇനി അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് അല്ലെങ്കിൽ കറന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പ്രോജക്റ്റുകളെ കുറിച്ചും കൂടെ ഒന്ന് പറയുമോ? അങ്ങനെ ചോദിച്ചാ അങ്ങനെ ചോദിക്കരുത്. അങ്ങനെ ചോദിച്ചാ ആക്ച്വലി കുറച്ച് പരിപാടികൾ ഉണ്ട്, അതിങ്ങനെ വർക്കായി അല്ലെങ്കിൽ അതിൽ ഓണായി വരുന്നതേ ഉള്ളൂ. കോമ്പോസിംഗിലും ആൻഡ് ഈവൻ പ്ലേ ബാക്ക് സിംഗിങ് ഓൾസോ യു ഡു അല്ലേ? അതിലും പ്ലേ ബാക്ക് സിംഗിങ് ഞാൻ പാടും, പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ പ്ലേ ബാക്ക് സിംഗർ ഒന്നും അല്ല. ഞാൻ എന്റെ ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് അങ്ങനെ പാടുന്നല്ലാണ്ട് അങ്ങനെ പുറത്ത് അങ്ങനെ പ്രശാന്ത് സാറിന് വേണ്ടി പാടിയിട്ടുണ്ട്. തെലുഗു സോങ് സീതാ കല്യാൺ. അതെ അതെ അതെ, അത് പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത വർക്കിൽ മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ, അങ്ങനെ പുറത്ത് ഞാൻ പാടിയിട്ടില്ല ഇതുവരെ. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ നമ്മുടെ കൂടെ ഇത്ര നേരം ജോയിൻ ചെയ്തു, പാട്ടൊക്കെ പാടി തന്നു, കുറെ വിശേഷങ്ങൾ പറഞ്ഞു. ഇറ്റ് വാസ് ലവ്ലി സ്പീക്കിംഗ് ടു യു. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്. എന്തായാലും മ്യൂസിക് കമ്പോസർ ശ്രീഹരി കെ നായർ ആയിരുന്നു ഇത്ര നേരം നമ്മുടെ കൂടെ സ്റ്റാർസ് ഓൺ എയറിൽ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുപോലെ തന്നെ അടുത്ത ആഴ്ച മറ്റൊരു സെലിബ്രിറ്റി ഇഷ്ടം പോലെ വിശേഷങ്ങളുമായി നമുക്ക് തിരിച്ചെത്താം. Till then, stay happy, stay positive, stay awesome and stay tuned to Radio Malayalam 98.6, Qatar's #1 radio station.